മെയ്തി വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് കലാപം തുടങ്ങിയത് കുക്കി തീവ്രവാദികളായിരുന്നു. എണ്ണത്തിൽ കൂടുതലുള്ള മെയ്തികൾ അതിനേക്കാൾ രൂക്ഷമായി തിരിച്ചടിച്ചു. ഭൂരിപക്ഷ ഗോത്രവും ന്യൂനപക്ഷ ഗോത്രവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ രണ്ട് പക്ഷത്തും ആൾനാശം സംഭവിച്ചു. മെയ്തികളും കുക്കികളും എതിർ ഗോത്രത്തിലെ സ്ത്രീകളെ പൊതുസ്ഥലത്ത് വിവസ്ത്രരാക്കി ക്രൂരമായി റേപ്പ് ചെയ്തു. പതിനായിരക്കണക്കിന് വീടുകൾ പരസ്പരം ആക്രമിച്ചു. രണ്ടു കൂട്ടരുടെയും ആരാധനാലയങ്ങൾ തകർത്തു. ഇങ്ങനെ ഒരു നാട് ഗോത്രപ്പകയാൽ അടിമുടി വെട്ടിമുറിക്കപ്പെട്ട് ചോര ചീറ്റുന്ന ഭീകരമായ സ്ഥിതിവിശേഷത്തെയാണ് ഇവിടെ ചിലർ ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ ലഹളയായി ചിത്രീകരിച്ചത്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മതപ്രേമവും വർഗീയതയും മൂത്ത് മണിപ്പൂരിൽ ക്രൈസ്തവരെ കൊല്ലുന്നേ എന്ന് അലമുറയിടുന്നുണ്ട്. അതേസമയം ക്രൈസ്തവ കുക്കികൾ നടത്തിയ റേപ്പും കൊലപാതകങ്ങളും മറ്റ് പാതകങ്ങളും തിരുവസ്ത്രക്കാർക്ക് ഒരു വിഷയമേ അല്ല. ഇപ്പോൾ വീണ്ടും ആക്രമണം ആരംഭിച്ചു വെച്ച കുക്കികളിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ വിശ്വാസികളാണ്. മെയ്തികളിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമുണ്ട്. പക്ഷേ കൂടുതൽ ഹിന്ദുക്കളാണ്. രണ്ടു കൂട്ടരുടെയും സിരകളിൽ ജ്വലിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്രപ്പകയും വൈരവും വിറിയുമാണ്. അവരെ മതാതീതമായ വിലാപങ്ങളും നോവുകളും സങ്കടങ്ങളും ആകുലപ്പെടുത്തുന്നേയില്ല. കുക്കികളും മെയ്തികളും നാഗന്മാരും ആധുനിക മനുഷ്യരായി പരിണമിക്കുന്നത് വരെ മണിപ്പൂർ പുകഞ്ഞുകൊണ്ടേയിരിക്കും. നീ നിന്റെ കൂട്ടരുടെ പാപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും അവരുടെ പാതകങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു വീണ്ടും ഒറ്റിക്കൊടുക്കപ്പെടുന്നു. പള്ളിയിലെ പാതിരി ഭൂരിപക്ഷ ഹുഡു ഗോത്രക്കാരനായിരുന്നു. തുർസികൾ ചർച്ചിനുള്ളിലുണ്ടെന്ന് അയാൾ സ്വന്തം ഗോത്രക്കാരായ അക്രമികളെ അറിയിച്ചു. അവർ പാഞ്ഞെത്തി മുഴുവൻ തുർസികളെയും വെട്ടിയും കുത്തിയും കൊന്നു. റുവാൻഡൻ ജനോസൈഡ് ആധാരമാക്കി ഹിസ്റ്ററി ചാനലിൽ വന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ ചർച്ച കൂട്ടങ്ങളെ പറ്റി അറിഞ്ഞത്. 100 ദിവസം കൊണ്ട് 8 ലക്ഷത്തോളം തുർസികളെയാണ് ഹുഡു ഗോത്രക്കാർ കൊലപ്പെടുത്തിയത്. ഹുഡുക്കളും തുർസികളും ഒരേ നിറക്കാരാണ്, ഒരേ രൂപഭാവക്കാരാണ്, ഒരേ രാജ്യക്കാരാണ്, ഒരേ ഗ്രാമക്കാരാണ്, ഒരേ പള്ളിയിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്. പക്ഷേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്രീയ പക വെറുപ്പായി, വിദ്വേഷമായി, കൊലവെറിയായി ആളിക്കത്തുകയായിരുന്നു. ആഫ്രിക്കൻ ഗോത്ര വൈരത്തെ മയപ്പെടുത്തുന്നതിൽ ക്രൈസ്തവത പൂർണ്ണമായും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ആഫ്രിക്ക ഇന്നും ഇരുണ്ട ഭൂഖണ്ഡമായി തുടരുന്നത്. കുക്കികളുടെ ക്രൈസ്തവ ഡ്രോൺ ആക്രമണത്തിൽ മണിപ്പൂരിൽ 2 പേർ മരിച്ചു. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ജീസസിന്റെ നാമത്തിൽ അയച്ച റോക്കറ്റ് പതിച്ച് മറ്റൊരാൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി മണിപ്പൂരിൽ നടക്കുന്ന കൊലപാതകങ്ങളെ വർഗീയ ഭാഷയിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂർ ആളിക്കത്തുന്നു. മെയ്തി വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് കലാപം തുടങ്ങിയത് കുക്കി തീവ്രവാദികളായിരുന്നു. എണ്ണത്തിൽ കൂടുതലുള്ള മെയ്തികൾ അതിനേക്കാൾ രൂക്ഷമായി തിരിച്ചടിച്ചു. ഭൂരിപക്ഷ ഗോത്രവും ന്യൂനപക്ഷ ഗോത്രവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ രണ്ട് പക്ഷത്തും ആൾനാശം സംഭവിച്ചു. 250-ൽ പരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 2 പക്ഷക്കാരുമുണ്ടായിരുന്നു. 150 കുക്കികൾക്ക് 100 മെയ്തികൾ എന്ന അനുപാതത്തിൽ ഇരുകൂട്ടർക്കും നാശം സംഭവിച്ചു. മറ്റ് കലാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളും കുട്ടികളും ആക്രമണോത്സുകരായി മണിപ്പൂരിൽ മുൻനിരയിൽ തന്നെയുണ്ട്. മെയ്തികളും കുക്കികളും എതിർ ഗോത്രത്തിലെ സ്ത്രീകളെ പൊതുസ്ഥലത്ത് വിവസ്ത്രരാക്കി ക്രൂരമായി റേപ്പ് ചെയ്തു. 10,000-കണക്കിന് വീടുകൾ പരസ്പരം ആക്രമിച്ചു. 2 കൂട്ടരുടെയും ആരാധനാലയങ്ങൾ തകർത്തു. കേരളത്തിലെ പോലെയുള്ള കൂറ്റൻ എടുപ്പുകളൊന്നുമല്ലാത്തതിനാൽ പള്ളികളും ക്ഷേത്രങ്ങളും നശിപ്പിക്കാൻ എളുപ്പമായിരുന്നു.
മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് മെയ്തി ഗോത്രക്കാരനാണ്, പക്ഷപാതിയുമാണ്. മന്ത്രിസഭയിലെ കുക്കികൾക്ക് കൂറ് അവരുടെ ട്രൈബിനോടാണ്. ഇങ്ങനെ ഒരു നാട് ഗോത്രപ്പകയാൽ അടിമുടി വെട്ടിമുറിക്കപ്പെട്ട് ചോര ചീറ്റുന്ന ഭീകരമായ സ്ഥിതിവിശേഷത്തെയാണ് ഇവിടെ ചിലർ ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ ലഹളയായി ചിത്രീകരിച്ചത്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മതപ്രേമവും വർഗീയതയും മൂത്ത് മണിപ്പൂരിൽ ക്രൈസ്തവരെ കൊല്ലുന്നേ എന്ന് അലമുറയിടുന്നുണ്ട്. അതേസമയം ക്രൈസ്തവ കുക്കികൾ നടത്തിയ റേപ്പും കൊലപാതകങ്ങളും മറ്റ് പാതകങ്ങളും തിരുവസ്ത്രക്കാർക്ക് ഒരു വിഷയമേ അല്ല. ഇപ്പോൾ വീണ്ടും ആക്രമണം ആരംഭിച്ചു വെച്ച കുക്കികളിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ വിശ്വാസികളാണ്. മെയ്തികളിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമുണ്ട്. പക്ഷേ കൂടുതൽ ഹിന്ദുക്കളാണ്. രണ്ട് കൂട്ടരുടെയും സിരകളിൽ ജ്വലിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്രപ്പകയും വൈരവും വെറിയുമാണ്. മതം അവിടെ സെക്കൻഡറി മാത്രമാണ്. പോലീസ് സ്റ്റേഷൻ, പട്ടാള ക്യാമ്പ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പെണ്ണുങ്ങളാണ്. അവർ കസ്റ്റഡിയിലുള്ള സ്വന്തം ഗോത്രക്കാരായ കുറ്റവാളികളെ ബലമായി മോചിപ്പിക്കുന്നു. ആർമറി അറ്റാക്ക് ചെയ്ത് സായുധ സേനകളുടെ തോക്കും ഗ്രനേഡും ഡ്രോൺസും പിടിച്ചെടുത്ത് ഇരുകൂട്ടരും പരസ്പരം പ്രയോഗിക്കുന്നു. ചുരുക്കത്തിൽ മെയ്തി കുക്കി സിവിൽ വാറാണ് മണിപ്പൂരിൽ നടക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനം പൂർണ്ണമായും ഗോത്രാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്രസേനയെ രണ്ട് കൂട്ടരുടെയും ഭീകര സംഘടനകൾ ആക്രമിക്കുന്നു. കലാപത്തിന് ഇറങ്ങുന്നവരെ മുഴുവൻ കണ്ടാലുടൻ വെടിവെച്ചിട്ടാൽ ആക്രമണം ശമിച്ചേക്കും. പക്ഷേ മരണസംഖ്യ വല്ലാതെ ഉയരും. അപ്പോൾ പട്ടാളം അതിക്രമം കാട്ടുന്നേ എന്നുള്ള മനുഷ്യാവകാശ നിലവിളി ഉയരും. ഇറോം ശർമിളമാർ വർഷങ്ങൾ നിരാഹാരം കിടക്കും. മണിപ്പൂരിലെ അമ്മമാർ അഫ്സ നിയമത്തിനെതിരെ നഗ്നരായി സൈനിക ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. അതിനെ കൊണ്ടാടി കാൽപ്പനിക കവിതകളും ലേഖനങ്ങളും നിറയും. മണിപ്പൂർ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഗോത്രപക്ഷപാതിയായ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമായിരുന്നു. സംസ്ഥാനം പൂർണ്ണമായും അഫ്സ പരിധിയിലാകണം. സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ ഭരണതലത്തിൽ മെയ്തികൾക്കും കുക്കികൾക്കും നിയന്ത്രണമോ സ്വാധീനമോ ഉണ്ടാവരുത്. ബാറ്റിൽ ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഞങ്ങളുടെ മതക്കാരെ കൊല്ലുന്നേ, ഞങ്ങളുടെ ജാതിക്കാരെ തല്ലുന്നേ, ഞങ്ങളുടെ ആരാധനാലയത്തിന് തീവെച്ച് എന്നൊക്കെ മൈക്ക് കെട്ടി കൂവുന്നവർ വിഭാഗീയതയുടെ വക്താക്കളാണ്. അവർക്ക് മനുഷ്യരെ മതത്തിന്റെ കണ്ണിൽ കൂടിയല്ലാതെ കാണാനാവില്ല. അവരെ മതാതീതമായ വിലാപങ്ങളും നോവുകളും സങ്കടങ്ങളും ആകുലപ്പെടുത്തുന്നേയില്ല. കുക്കികളും മെയ്തികളും നാഗന്മാരും ആധുനിക മനുഷ്യരായി പരിണമിക്കുന്നത് വരെ മണിപ്പൂർ പുകഞ്ഞുകൊണ്ടേയിരിക്കും. നീ നിന്റെ കൂട്ടരുടെ പാപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും അവരുടെ പാതകങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു വീണ്ടും ഒറ്റിക്കൊടുക്കപ്പെടുന്നു. ആയിരത്തി 1994 റുവാണ്ടൻ വംശീയ കലാപം ന്യൂനപക്ഷമായ തുർസികളെ ഭൂരിപക്ഷ ഹുഡു വിഭാഗക്കാർ ഓടിച്ചിട്ട് കൊലപ്പെടുത്തുകയാണ്. പരമ്പരാഗത ശത്രുക്കളാണെങ്കിലും ഹുഡു തുട്സി ഗോത്രങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ ഇരുകൂട്ടരും ആരാധനയ്ക്ക് പോയിരുന്ന ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ഹുഡു ആക്രമണകാരികളിൽ നിന്ന് ജീവൻ രക്ഷിക്കാനായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം തുട്സികൾ പള്ളിയിൽ അഭയം തേടി. ദൈവത്തിന്റെ ആലയം സുരക്ഷിതമാണെന്ന വിശ്വാസത്തിൽ ആശ്വാസം പൂണ്ട് അവിടെ ഒളിച്ചിരുന്ന തുട്സികൾ മുഴുവൻ കൊല്ലപ്പെട്ടു. പള്ളിയിലെ പാതിരി ഭൂരിപക്ഷ ഹുഡു ഗോത്രക്കാരനായിരുന്നു. തുട്സികൾ ചർച്ചിനുള്ളിലുണ്ടെന്ന് അയാൾ സ്വന്തം ഗോത്രക്കാരായ അക്രമികളെ അറിയിച്ചു. അവർ പാഞ്ഞെത്തി മുഴുവൻ തുട്സികളെയും വെട്ടിയും കുത്തിയും കൊന്നു. റുവാണ്ടൻ ജനോസൈഡ് ആധാരമാക്കി ഹിസ്റ്ററി ചാനലിൽ വന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ ചർച്ച് കൂട്ടങ്ങളെ പറ്റി അറിഞ്ഞത്. 100 ദിവസം കൊണ്ട് 8 ലക്ഷത്തോളം തുട്സികളെയാണ് ഹുഡു ഗോത്രക്കാർ കൊലപ്പെടുത്തിയത്. ഹുഡുക്കളും തുട്സികളും ഒരേ നിറക്കാരാണ്, ഒരേ രൂപഭാവക്കാരാണ്, ഒരേ രാജ്യക്കാരാണ്, ഒരേ ഗ്രാമക്കാരാണ്, ഒരേ പള്ളിയിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്. പക്ഷേ
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്രീയ പക വെറുപ്പായി, വിദ്വേഷമായി, കൊലവെറിയായി ആളിക്കത്തുകയായിരുന്നു. ആഫ്രിക്കൻ ഗോത്ര വൈരത്തെ മയപ്പെടുത്തുന്നതിൽ ക്രൈസ്തവത പൂർണ്ണമായും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ആഫ്രിക്ക ഇന്നും ഇരുണ്ട ഭൂഖണ്ഡമായി തുടരുന്നത്. പ്രാദേശിക സംഘടനകളിൽ തടവുകാരായി പിടിച്ച എതിർഗോത്രക്കാരെ സായിപ്പിനെ വിറ്റ കറുത്ത വർഗക്കാർ തന്നെയാണ് ആഫ്രിക്കൻ അടിമ വ്യാപാരത്തിന് തുടക്കമിട്ടത്. ഗോത്രപ്പോരിൽ ആഫ്രിക്കയുടെ ഒരു പരിച്ഛേദമാണ് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. നാഗന്മാരും കുക്കികളും ക്രൈസ്തവരാണ്. പക്ഷേ നേരിൽ കണ്ടാൽ അടിപൊട്ടും. അഗർത്തലയിലെ ഞങ്ങളുടെ ഓഫീസിലെ ശാന്തനും രസികനുമായിരുന്ന കുക്കി ഗോത്രക്കാരനായ ഡ്രൈവറോട് നാഗന്മാരെ പറ്റി ചോദിച്ചപ്പോൾ അയാൾ കോപം കൊണ്ട് വിറച്ച് സമനില തെറ്റിയത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ സാക്ഷരതാ നിരക്ക് കേരളത്തിലേതിന് തുല്യമാക്കുന്നതിൽ ക്രൈസ്തവ സഭകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഗോത്രീയതയുടെ കിടങ്ങിൽ വീണ് കിടക്കുന്ന വിശ്വാസികളെ അവിടെ നിന്ന് ഉയർത്താൻ ആഫ്രിക്കയിൽ എന്ന പോലെ ഇവിടെയും യേശു പരാജയപ്പെട്ടിരിക്കുന്നു. 1/4 നൂറ്റാണ്ടായി മണിപ്പൂരാണ് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും അസ്വസ്ഥമായ സംസ്ഥാനം. ഓരോരോ ഏരിയയും ലോക്കൽ ട്രൈബ് ഗുണ്ടാ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവർക്ക് ഹഫ്ത നൽകിയില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലും. മാസങ്ങൾ നീളുന്ന ബന്ദ്, ഹർത്താൽ, ഉപരോധം, അക്രമങ്ങൾ ഇവയൊക്കെ മൂലം അവശ്യ വസ്തുക്കളുടെ ക്ഷാമവും ബുദ്ധിമുട്ടുമെല്ലാം ഇവിടെ സാധാരണമാണ്. മണിപ്പൂരിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം മെയ്തി വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിലും സർക്കാർ ജോലികളിലും മറ്റും ഇവർക്ക് നല്ല മുൻതൂക്കമുണ്ട്. 54% വരുന്ന ഇക്കൂട്ടർ ആകെ ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് 15% താഴെ വരുന്ന ഇംഫാൽ താഴ്വരയിലാണ് താമസിക്കുന്നത്. ഇവരെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ട്രൈബലുകളായ നാഗന്മാരും കുക്കികളും മലമ്പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. നോട്ടിഫൈഡ് ഹില്ലി ജില്ലകളിൽ പട്ടികവർഗക്കാരല്ലാത്തവർക്ക് ഭൂമി വാങ്ങാനാവില്ല. അതുകൊണ്ട് ഇംഫാൽ താഴ്വരയിൽ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന ഭൂരിപക്ഷ മെയ്തികൾക്ക് ഹിൽ ഏരിയയിൽ വസ്തു വാങ്ങി താമസിക്കാനാവില്ല. ST പദവി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി മെയ്തികൾ സമരത്തിലാണ്. അവരുടെ ആവശ്യം പരിഗണിക്കുവാൻ മണിപ്പൂർ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് വേറിട്ട് മറ്റൊരു രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് മണിപ്പൂരിൽ സായുധ സമരം നടത്തുന്നതും ഈ മെയ്തിയിലെ ഒരു വിഭാഗമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടെങ്കിലും മെയ്തികളിൽ ഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളാണ്. മുഖ്യമന്ത്രി വീരേൻ സിംഗ് മെയ്തിയാണ്. ബർമീസ് അതിർത്തിയോട് ചേർന്നുള്ള റിസർവ് വനങ്ങളിൽ കുക്കികൾ നടത്തിയിരുന്ന കഞ്ചാവ് തോട്ടങ്ങൾ ബിരേൻ സിംഗ് സർക്കാർ വലിയ തോതിൽ തീയിട്ട് നശിപ്പിച്ചിരുന്നു. കൂടാതെ അവിടെ അനധികൃതമായി നിർമ്മിച്ചെന്ന് പറയപ്പെടുന്ന പള്ളികളും വീടുകളും പൊളിച്ചു മാറ്റിയിരുന്നു. ഇതൊക്കെയും കുക്കികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മെയ്തികൾക്ക് ST പദവി നൽകിയാൽ അവർ തങ്ങളുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുമെന്നും അതോടെ ജീവിതം കൂടുതൽ പരിതാപകരമായി മാറുമെന്നുമുള്ള കുക്കികളുടെ ഭയവും ആദിയും കലാപത്തിന് പെട്ടെന്നുള്ള കാരണമായി മാറിയിട്ടുണ്ട്. അതേസമയം ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള നാഗ ട്രൈബുകാർ ഇപ്പോഴത്തെ സംഘർഷത്തിൽ ഭാഗഭാക്കായിട്ടില്ല. മുൻ മുഖ്യമന്ത്രി റിഷാങ് കൈഷിങ് നാഗ ഗോത്രക്കാരനാണ്. മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പെട്ടെന്നുണ്ടായ കാരണം മെയ്തികൾക്ക് ST പദവി നൽകുന്നതായി ബന്ധപ്പെട്ടതാണെങ്കിലും അടിസ്ഥാന പ്രശ്നം ഗോത്രപ്പക തന്നെയാണ്. കുക്കി മെയ്തി ഗോത്ര വൈരമാണ് ആളിക്കത്തി അഗ്നിജ്വാലകളായി പടർന്നത്. താമസ വീടുകളും കടകളും വാഹനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും അമ്പലങ്ങളും പള്ളികളും സ്കൂളുകളും എല്ലാം ഗോത്രവരയിൽ വെന്തു വെണ്ണീറായിട്ടുണ്ട്. നേപ്പാളിൽ ഒരു ഹിന്ദു കൊല്ലപ്പെട്ടാൽ ഇങ്ങ് കേരളത്തിലിരിക്കുന്ന ഒരു ഹിന്ദു വിശ്വാസിയുടെ വികാരം വ്രണപ്പെടുന്നുണ്ടെങ്കിൽ അത് ആദിമമായ പ്രാക്തനമായ ഗോത്രീയ വികാരത്തിന്റെ തള്ളിച്ചയായി മാത്രമാണ് വിലയിരുത്തപ്പെടേണ്ടത്. മണിപ്പൂരിൽ പ്രാകൃതമായ ഭ്രാന്ത് തെരുവിലിറങ്ങി അഴിഞ്ഞാടിയപ്പോൾ നിന്ന് കത്തിയ ക്രിസ്ത്യൻ പള്ളിയുടെ പടം പൊക്കിപ്പിടിച്ച് പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യം ഹീനമായ മതഗോത്രീയതയുടെ വിജൃംഭിക്കൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ആധുനികവും പരിഷ്കൃതവുമായ മതവിശ്വാസികൾ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് കാസർഗോഡ് ഒരു മതഭ്രാന്തൻ ക്രിസ്തുമസിന് ഒരുക്കിയിരുന്ന പുൽക്കൂട തകർത്തിട്ടും ബൈബിൾ കത്തിച്ചിട്ടും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അറിഞ്ഞ ഭാവം നടിക്കാതിരുന്നത്.
എവിടെയെങ്കിലും തീ ആളി കത്തുന്നെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കനൽ വാരി കേരളത്തിൽ വിതറി അതുവഴി രാഷ്ട്രീയ ലാഭം വിളയിക്കാനുള്ള ഗൂഢതന്ത്രം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അടുത്ത് ചെലവാകില്ലെന്ന് ഗോത്രീയതയുടെ വ്യാപാരികൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ആദിവാസിയും ഗ്രാമവാസിയും നഗരവാസിയും ആധുനിക മനുഷ്യനായി മാറുന്നതുവരെ ഗോത്രീയ സ്ഫുല്ലിംഗങ്ങൾ അണയാൻ പോകുന്നില്ല. കിടപ്പാടം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ദയനീയതയേക്കാൾ ഇരിപ്പിടം നഷ്ടപ്പെട്ട ദൈവങ്ങൾ നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്നുവെങ്കിൽ പ്രശ്നം ഗുരുതരം തന്നെയാണ്.